ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസിനകത്ത് കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവര് തമ്മിലുള്ള ഗെയിം നമ്മൾ സ്ഥിരം കാണാറുണ്ട്. എങ്കിൽ ഇന്ന് ബിഗ് ബോസിന്റെ പുറത്ത് ചില ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? പുറത്തുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ എനിക്ക് ഒരാളെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. കഴിഞ്ഞ ദിവസം അപ്പാനി ശരത്തും ശൈത്യയൊക്കെ ഇറങ്ങിയ സമയത്ത്, അതുപോലെ രേണു എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങിയ അവര് ട്രാവൽ ചെയ്ത് ഭയങ്കര ടയേർഡായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അവരുടെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്ന ചേട്ടൻ എന്തോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. കാരണം ആദ്യം രേണു ഇറങ്ങിയപ്പോൾ അവർക്ക് വയ്യാന്നവർ 1000 വട്ടം പറയുന്നുണ്ട്. 5 മിനിറ്റ് രേണു ചേച്ചി, 5 മിനിറ്റ്. ബിഗ് ബോസ് കയറിയപ്പോ ജാടയായതാണോ? ഒരുമാതിരി സൈക്കോ പോലെ പെരുമാറുന്ന ഒരു ചേട്ടൻ. ജിഞ്ചർ മീഡിയ എന്നാണ് എന്റെ ആ ചാനലിന്റെ പേര് ഞാൻ കണ്ടത്. എന്തായാലും ആ ചേട്ടൻ എന്തോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പറയാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഈ തൂക്കിപ്പിടിച്ച് നടക്കുന്നവര് ഈ വന്നിറങ്ങുന്ന ആൾക്കാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങളാണ്. പ്ലസ് ഈ വന്നിറങ്ങുന്നത് ചിലപ്പം കുത്തിത്തിരിപ്പും എനിക്കിറങ്ങണം. കൂടെ നിന്ന് തേക്കുന്നവര്, പുറകിൽ നിന്ന് കുത്തുന്നവര്, പരദൂഷണം പറയുന്നവര്, എട്ടിന്റെ പണി കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരെ അങ്ങോട്ട് നിർത്തിയിട്ട് അവരെ അങ്ങോട്ട് പതപ്പിച്ചങ്ങ് കിടത്തുക. നമുക്കേ അതിന്റെ ബിറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ എന്റെ വ്യൂ ആണല്ലോ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ശൈത്യ ഉണ്ടല്ലോ, വിഷം ശൈത്യ, കട്ടപ്പ ശൈത്യ. കട്ടപ്പയുടെ അമ്മേനോട്, അമ്മ ഇങ്ങനെ കാത്തു നിൽക്കണം, അമ്മയും അച്ഛനും എയർപോർട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ ഈ പറഞ്ഞ ജിഞ്ചർ മീഡിയ വന്നിട്ട് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്ന് കേൾക്കാം. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് പുറത്താവാൻ തോന്നിയോ? ഇപ്പോഴാ പെട്ടെന്ന് പുറത്താവാന്ന് തോന്നിയില്ല. കുറച്ചും കൂടെ നിൽക്കുമെന്ന് തോന്നിയായിരുന്നു. ഇപ്പം നന്നായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ കളിച്ച് വരുമായിരുന്നു. ബെസ്റ്റ്. അത് അമ്മ അവർക്കൊന്നും അറിയത്തില്ല. അവരവരുടെ മകളുടെ സൈഡേ നിൽക്കത്തുള്ളൂ. അത് സ്വാഭാവികമായിട്ടും അമ്മമാർ അങ്ങനെ തന്നെയാണ്. അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെയാണ്. കട്ടപ്പ ഇനി എന്തൊക്കെ പരിപാടികൾ കാണിച്ചാലും കട്ടപ്പന്റെ കൂടെ നിൽക്കേ ചെയ്യത്തുള്ളൂ. അത് സ്വാഭാവികം. അനുവിനെ വല്ലാതെ അങ്ങ് തേച്ചൊട്ടിച്ചു. അതാണ് ശൈത്യക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാനൊക്കെ ബിഗ് ബോസ് കണ്ടിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. പടച്ചോനെ, ഇങ്ങനത്തെ കൂട്ടുകാരെയൊന്നും എനിക്ക് തരരുതേ. നമുക്ക് ശൈത്യക്ക് യാതൊരു രീതിയിലും ഒരു ഹെയ്റ്റ് ഒന്നും വന്നിട്ടില്ല പുറത്തേന്ന് ഇറങ്ങിയ. പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ ശൈത്യയുടെ മാത്രമായിട്ടുള്ള രീതിയിലാണ് കളിച്ചതൊക്കെ തന്നെ. എടാ മോനെ, നീ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ നിന്റെ നാക്ക് പുഴുതങ്ങ് തെറിച്ചു പോവും. എന്തിനടാ ഇങ്ങനെ സുഖിപ്പിച്ച് കിടത്തുന്നവരെ? നിനക്ക് 2 ചോദ്യം ചോദിക്കാനാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ? എടാ, നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. അമ്മ, നിങ്ങളുടെ മകൾ ഇങ്ങനെ പിറകേന്ന് കുത്തുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എടാ, നട്ടിലുള്ളവനെ ധൈര്യമായിട്ട് ചോദിക്കട വരെ മുഖത്ത് നോക്കി. പോട്ടെ, അമ്മയല്ലേ, കുറച്ച് സോഫ്റ്റ് ആയതാണെന്ന് നമുക്ക് അങ്ങോട്ട് വിചാരിക്കാം. എന്നാലും എടാ, ഒരു കള്ളം പറയണേനൊരു അതെ, അവള് ജെന്യുവനായിട്ട് നിന്നാണ് കളിച്ചത്. അവർക്ക് എന്തായാലും മനസ്സിലായി ഇവൻ കുത്തുന്നയാണോന്ന് അറിഞ്ഞോണ്ട് ഇവന്റെ ഗെയിം കളിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരെ സുഖിപ്പിച്ച് കടത്തുക എന്നുള്ളതാണ് ഇവന്റെ ഗെയിം. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തത് നെലുവിനായിട്ടുണ്ടോ? എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായല്ലോ അനുമോൾ എങ്ങനെയുള്ള ആളാണെന്ന്. ഈ ഇറങ്ങുന്നവരോടെല്ലാം ചോദിക്കാൻ ഇവന്മാർക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആരെ പറ്റി? അനുമോളെ പറ്റി. നിങ്ങൾ ഇവരുടെ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരുടെ തംബ്നെയിൽ മൊത്തം ഇങ്ങനെ അനുമോളുടെ കൂടിയാണോ ശൈത്യ പുറത്തായത്. അതുപോലെ രേണുസുതി വന്നിറങ്ങണ ആ ഒരു വീഡിയോയ്ക്ക് തംബ്നെയിലും അനുമോളെ കുറിച്ചായിരുന്നു. അതുപോലെ അപ്പാനി ശരത്ത് വന്നിറങ്ങണ വീഡിയോ. ഈ വന്നിറങ്ങുന്നവരടുത്ത് ചോദിക്കാൻ വേറെ ഒരു കാര്യം ഇവർക്ക് ഇല്ലേ? ഈ പുറത്തിറങ്ങിയാലും അനുമോള് തന്നെയാണോ കണ്ടന്റ്? അനുമോളെ കൊണ്ട് തോറ്റ് അങ്ങനൊന്നുമില്ല. അനുമോള് നല്ല കുട്ടിയായിരിക്കും. നമുക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവളങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല. എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. അങ്ങനെ അതായത് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ഇവര് ചെയ്യുന്ന പരിപാടി എന്തുവാ? ഇപ്പം ശൈത്യ എന്റെ കൂട്ടുകാരിയാണെങ്കിൽ ശൈത്യനോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിട്ട് പറയും. എന്നിട്ട് ശൈത്യ പോയി അപ്പുറത്തിരിക്കുന്ന വേറൊരു ഗ്യാങ്ങിന്റെ അടുത്ത് പോയിട്ട് എന്നെ കുറിച്ച് ഇല്ലാത്ത അപരാധങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും കുറച്ച് മസാലയും കൂടെ ചേർത്ത് അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുറത്ത്. ഇത് ശൈത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരു ട്രോമ ആയിരിക്കും കേട്ടോ. അവരുടെ അവസ്ഥ ആലോചിച്ച്
ഇത് സംഭവം ഇത്രയും ക്യാമറ ഉള്ളത് കൊണ്ട് ശൈത്യയുടെ ശരിക്കുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് പുറത്തു വന്നു. അമ്മക്ക് ഭയങ്കരമായിട്ട് വിഷമമായോ മോളിങ്ങനെ? ഇല്ല, എനിക്ക് ഈയെടാ, അമ്മയ്ക്ക് വിഷമായോ? പിന്നെ അമ്മയ്ക്ക് വിഷമാവൂലേ പുറത്തിറങ്ങുമ്പോ? എന്തൊക്കെ ചോദ്യങ്ങളാണ്. അച്ഛാ ഹായ്. അച്ഛനാകെ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. അമ്മേനെ സുഖിപ്പിച്ച് കിടത്തിയതുപോലെ എന്നെ അങ്ങോട്ട് സുഖിപ്പിച്ച് കിടത്താൻ നീ എന്ന് വിചാരിക്കട്ടടാ എന്നാണ് അച്ഛൻ തിരിഞ്ഞു നിന്ന് പറയുന്നത്. പക്ഷെ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവത്തില്ല. അടി കിട്ടാത്തത് ഇവന്മാരുടെ ഭാഗ്യം. എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ അത് നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ പറയണേ. എടാ നീയൊക്കെ നിനക്കൊക്കെ എന്തോന്ന് കിട്ടോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ? എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്ന ശൈത്യേനെ ഏത് വകയില് നിനക്ക് എന്തൊരു സുഖം കിട്ടും? കാരണം അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കമന്റുകളൊന്നും ഫാൻസുകാരും പി ആറുകാരൊക്കെ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫാൻസുകാരും പി ആറുകാരുമാണെന്ന്. എടോ, സ്വഭാവം നന്നായാൽ ഫാൻസുകാരൊക്കെ പിറകെ വരും. ഇത് അതിനകത്ത് കയറി കട്ടപ്പ കളിച്ചു കഴിഞ്ഞാൽ ആരാണ് വരാൻ പോണത്? ഇങ്ങനെയൊക്കെ കാണുന്നത് ഫുള്ള് മലയാളി പ്രേക്ഷകർ, സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് കൂടുതൽ കാണുന്നത്. അവരുടെ കയ്യിലാണ് ഇവര് പോണോ പോണ്ടേന്നിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ അവര് നോക്കുമ്പം പിന്നീന്ന് കുത്തണതും ഇവിടെ നിന്ന് അപ്പുറത്ത് പോയി പറയണതും ഞാൻ പറയണില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരാണ് കൂടെ നിൽക്കണത്? ഏത് പ്രേക്ഷകരാണ് നിൽക്കണത്? അതിൽ PR ഫാൻസ് എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. അതിന് സ്വന്തം സ്വഭാവം നന്നാവണം. നിങ്ങളൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് ശൈത്യനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ ലൈഫിൽ എന്ത് സ്ഥാനമാണുള്ളത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണ് മകളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ആദ്യം ചെയ്യാനുള്ളത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതാണ് ആദ്യം ചെയ്യാനുള്ളത്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. എന്നിട്ട് ആ എപ്പിസോഡ് മൊത്തം ഇരുത്തി അങ്ങ് കാണിക്കുക. ഒരു അമ്മയല്ലേ, അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചതിക്കരുത്. അനു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവര് ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാനിപ്പൊ പറയും ഷീസ് വെരി സ്ട്രോങ്. ബിക്കോസ് ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മളത് കണ്ടതാണ് അവരെങ്ങനെയാണ് നിന്നതെന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര ഒരു എന്താണ് അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആ കണ്ടത്. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അനുമോള് കരച്ചിൽ നാടകമാണ് കാണിക്കുന്നത്. അനു അവർക്ക് ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പൊ പിന്നും കരച്ചിൽ നാടകമാണ്. അനുവിനെ പറ്റി കുറ്റം പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിനാണ് ഈ പറയുന്ന ആൾക്കാർ കരച്ചിൽ നാടകമാണെന്ന് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അവർക്ക് ന്യായീകരിക്കാൻ ഓരോ കാരണങ്ങൾ വേണമല്ലോ. പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം ഈ ഒരു 2 വീക്സ് ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ബട്ട് ഇത്ര എന്തോന്ന് ഗെയിമാണ് കളിച്ചതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് മാറിയിരുന്ന അനുവിനെ കുറിച്ച് കുറ്റം പറയലും അനുവിനെ ഡീഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ അനുവിന് പുറത്തുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറയ്ക്കുക, അങ്ങനെയുള്ള സംഭവമാണ് ഇവർ ചെയ്തത്. ബേസിക്കലി അനു ഉള്ളത് കൊണ്ട് ഇത്രയും നാളും പോയി. ആദ്യത്തെ വീക്കിലേക്ക് ഇവർക്ക് സത്യം പറഞ്ഞ വോട്ട് കിട്ടിയത് അനുവിന്റെ വോട്ട് സ്പ്ലിറ്റ് ആക്കിയാണ് പോയത്. അല്ലാതെ ശൈത്യക്കൊന്നും ആരും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ വീട്ടിലുള്ളവരും പിന്നെ നാട്ടിലുള്ളവരും ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഇവരുടെ സ്വഭാവം നാച്ചുറലി അറിയുമ്പോഴത്തേക്കും പിന്നെ വോട്ട് ചെയ്യാനും തോന്നത്തില്ല. അങ്ങനെയായിരുന്നു അവസ്ഥ. പിന്നെ ഇവർക്ക് അറിയത്തില്ലല്ലോ, ഇവരിപ്പോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയുള്ളേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു സത്യം അവര് റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പ്രതീക്ഷിച്ചില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. 7ന്റെ പണിയാണല്ലോ. അപ്പം 7ന്റെ പണിയൊന്നും അല്ല, അവിടെ ചെയ്തു കൂട്ടിയ പണിക്ക് അനുസരിച്ചുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതിന് ഇനി 7ന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിലെ? അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 24/7. ഈ ഒരു വീഡിയോയുടെ അടിയിൽ തമ്മിൽ ഇട്ടിരിക്കുന്നത് അനുമോൾ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ കാട്ടുന്നത്. അനുമോളാണ് പുറത്തും കണ്ടന്റ്, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കണ്ടന്റ് അനുമോളാണ്. ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയായിരുന്നു. ഫസ്റ്റ് 2 വീക്സ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു വീക്ക് ഭയങ്കര എനർജി ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയേനായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ വിക്റ്റായി പോയി. എന്തായിരിക്കും റീസൺ തോന്നുന്നത്? ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടോ അതോ? അറിയില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ വോട്ട് കുറഞ്ഞത്. ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇവർക്കല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ. ഇവർക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർക്ക് വോട്ട് കുറഞ്ഞ് ഇവർ പുറത്തിറങ്ങിയത്. ഇയാൾ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? നന്നായിട്ട് കളിച്ചു വരുമായിരുന്നു. പെട്ടെന്ന് തിക്ക് താനെ വരുമ്പോ അതായിരിക്കും നല്ലോണം കളിച്ചത്. കൂട്ടത്തോടെ ഇരുന്നിട്ട് നുണ പറിച്ച്. അതെ, നല്ലൊരു ഫയറായിട്ട് കയറി വരുമായിരുന്നു. ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം കളിച്ച ഒരാള് ശൈത്യം മാത്രമായിരിക്കും ചിലപ്പോൾ.
അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം ഞാൻ ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത്. അയ്യോ, ഇത് ജെനുവിനിറ്റി ആണെങ്കിൽ ഇവരുടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതാണ് ഇവരുടെ ജെനുവിനിറ്റി. അപ്പൊ ഈ ഒരു ജെനുവിനിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾ ഒന്ന് തിരക്കി നോക്കുക. നിങ്ങളെപ്പറ്റി വേറെ ആരോടെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ശൈത്യയുടെ കൂട്ടുകാരോടാണ് പറയുന്നത് കേട്ടോ. അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി. സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ കാണാനുള്ള ശക്തി എനിക്കില്ല. കാരണം ഒരാള് കള്ളം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ഇവരിതൊന്നും അല്ലല്ലോ കാണിച്ചു, ശരിക്കുള്ള മുഖം നമുക്കറിയാം. എന്നിട്ട് വന്നിരുന്നിട്ട് വെളുപ്പിക്കുന്നേ കാണുന്നു. പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബിഗ് ബോസിലെ? എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് ഇപ്പോ കുറ്റബോധമൊന്നുമില്ല. ഇല്ലില്ല. അതൊരു അല്ല, അനുമോളുടെ ട്രാപ്പില് ശൈത്യ കുടുങ്ങിയതാണോ ഇനി അത് അല്ല? എനിക്ക് ആക്ച്വലി അതിനെ പറ്റി എടാ മഹാഭാവി, നീ എന്തൊക്കെയാടാ ചോദിക്കുന്നത്? ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് മാക്സിമം പതപ്പിച്ച് കിടത്തുക, ഇതാണ് ഇവന്മാരുടെ ലക്ഷ്യം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അടുത്തിറങ്ങുന്ന ആൾക്കാരോട് പോയി പറയാ ശൈത്യ വിഷമാണല്ലോ, അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. എടാ നീ പുറത്തു നിന്ന് ഗെയിം കളിക്കുവാണോടാ? സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിനെപ്പറ്റി സംസാരിക്കുന്നതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ആൾക്കാരെ അടിച്ച് അണ്ണാക്കി തരും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നവന്മാരെ അങ്ങോട്ട് സുഖിപ്പിക്കുക, അവരെ മാക്സിമം പൊക്കി പറയുക. എന്നിട്ട് അടുത്ത വരുന്ന ആൾക്കാരെടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മസാലയൊക്കെ ചേർത്ത് അപ്പുറത്ത് പോയി പറയാം. ഈ പറഞ്ഞ ശൈത്യനെയൊക്കെ നല്ലപോലെ പതപ്പിച്ചായിരുന്നു. അനു ലാസ്റ്റ് ഇറങ്ങുമ്പോൾ അനുവിനോട് പോയി ചോദിക്കും, ശൈത്യ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അനു ഇറങ്ങുമ്പം ഇവന്മാർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുക. ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അനുവിന്റെ അടുത്ത് പോയി പറയാൻ പോകുന്നത്. അതുപോലെ കഴിഞ്ഞ സീസണിലുള്ള നമ്മളെ റോബിൻ ഉണ്ടല്ലോ, റോബിൻ രാധാകൃഷ്ണനോട് പോയി ഇതേ ആൾക്കാർ തന്നെ പോയിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റോബിനോട്. റോബിൻ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അനുമോളെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ റോബിൻ പറയുന്നുണ്ട് അത് അവരുടെ ഗെയിമുകൾ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നും അങ്ങനെയുള്ള കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് റോബിന്റെ കയ്യിൽ നിന്ന് വീണായിരുന്നു. അത് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, അവരോടാണ് പോയി ചോദിക്കേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടോ. വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് റോബിൻ ഉത്തരങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ നന്ദന എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടസ്റ്റന്റിനോട് ഇതുപോലെ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാവരുടെയും ഗ്രൗണ്ട് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് തന്നെയാണ്. എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു മീഡിയ, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചാനൽ, ദേ ആർ ട്രൈങ് സോ ഹാർഡ്. എന്തിനാ? അനുമോളെ നല്ല പോലെ തറ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ പറയുന്ന മീഡിയക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിന്റെയും ക്യാപ്ഷൻ എന്ന് പറയുന്നത് അവരോട് ചോദിക്കുന്നത് അനുമോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്നതിന്റെ തമ്മനയിൽ മൊത്തം അനുമോൾ ഇത്രയ്ക്ക് ചീപ്പാണോ, അനുമോൾ കാണിച്ചു കൂട്ടുന്നത്, ബിഗ് ബോസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത് പൊട്ടിത്തെറിച്ച് ശൈത്യ. സോ അനുമോളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ചാനൽ വളരെ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. അവർ നല്ല വർക്ക് എടുക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വർക്ക് നടക്കട്ടെ, അവരവരുടെ വർക്ക് എടുക്കട്ടെ, അവരുടെ ജോലിയാണല്ലോ. അതുപോലെ തന്നെ വേറൊരു സംഭവം, നമ്മളെ രേണു വന്ന് ഇറങ്ങിയപ്പോൾ രേണുവിനോട് ചിരിച്ചു കൊഞ്ചിച്ച് സംസാരിച്ച് ചേച്ചി എന്ന് വിളിച്ച് നടന്നവൻ അപ്പുറത്ത് റോബിനോട് ചെന്നിട്ട് പറഞ്ഞ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിനോട്ട് എടുത്ത് എന്തിനാണെന്ന്. രേണുസുധിനെ കൊണ്ടുവന്നത് അല്ല, അതിനെന്താ രേണുസുധി അവിടെ ഒന്നും കാണിച്ചില്ല. ആ ഒരുപാട് പേരുടെ പ്ലാറ്റ്ഫോമിന് വിപരീതമായിട്ട് ചെയ്തതല്ലേ. ഒരുപാട് ഇത്രത്തോളം കോടി ജനങ്ങളുടെ രേണുസുധിനെ പോലുള്ള ഒരാളെ കൊന്ന് അവിടെ ഒരു ചാനൽ കൊടുക്കാത്ത ബിഗ് ബോസ് തന്നെ അവസാനം പുറത്താക്കിയത് ഒരു ഈയിടെ മഹാഭാവി, നീ എന്തിനാടാ ഒരാള് വരുമ്പോ അവനെ ആ ആളെ പതപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ട് നീ എന്തിനാടാ മറ്റിടത്ത് പോയി ശൈത്യനെ പോലെ കിടന്ന് കുറ്റം പറയുന്നത്? നിനക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൂടേടാ, നിനക്ക് പാവം കിട്ടോടാ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരാളെ പറ്റി സംസാരിക്കാനുണ്ടെന്ന്. ഇത്ര നേരം പറഞ്ഞ ആളെ പറ്റി തന്നെയാണ്, നമ്മുടെ ശൈത്യനെ പറ്റിയാണ്. എൻ്റെ ഒരു സത്യം പറയല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടപ്പോ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇതുപോലൊരു കൂട്ടുകാരെയൊന്നും എനിക്ക് തരണതേ പഠിച്ചോലേന്നാണ് സത്യം പറയാമല്ലോ. അനു എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ അനു എത്രത്തോളം പ്രിഷ്യസ് ആയിട്ടാണ് നമ്മുടെ ശൈത്യനെ കണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യം തൊട്ടേ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും.
ഈ ശൈത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശൈത്യയും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷൻസ് ചിലപ്പോ അനു അവിടെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ശൈത്യനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ ശൈത്യ എണീറ്റ് പറയുന്നത്, ലാലേട്ട ഞാൻ പറഞ്ഞതാണ് ലാലേട്ട അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്, അനുമോള് കേട്ടില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അനുമോൾ അങ്ങനെ ചെയ്തില്ല. അതായത് തൻ്റെ സ്വന്തം സൈഡ് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് സ്വന്തം കൂട്ടുകാരിയെ മറ്റു ചൂണ്ടക്കിട്ട് കൊടുക്കുന്ന പോലെ, അതാണ് ശൈത്യയുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ശരിക്കും കട്ടപ്പ സ്വഭാവം. ഇത് ആദ്യമൊക്കെ കണ്ടപ്പോ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ശൈത്യ ഇങ്ങനെ സംസാരിക്കുന്നത്, അത് അവളുടെ മിസ്റ്റേക്ക് ആണ്, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഒരു വട്ടം പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും വട്ടം ലാലേട്ടൻ വന്നിട്ട് ഇതേ കാര്യങ്ങൾ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ ശൈത്യ വീണ്ടും ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് തന്റെ ഫ്രണ്ടിനെ മാക്സിമം ഒരുമാതിരി താഴ്ത്തി സംസാരിച്ചുകൊണ്ട് താൻ വലിയ ആളാണ് എന്നുള്ള രീതിയിലായിരുന്നു ശൈത്യയുടെ സംസാരമൊക്കെ. അപ്പോഴേ ശൈത്യയുടെ ഏകദേശമുള്ള ക്യാരക്ടർ നമുക്ക് മനസ്സിലായി തുടങ്ങി. പുറത്തു വന്നിട്ട് ശൈത്യ താൻ വളരെ ജെനുവിൻ ആയിട്ടാണ് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ സ്വഭാവത്തിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ശൈത്യ അങ്ങനെ സംസാരിക്കുന്നത്. ഒന്നുകിൽ ശൈത്യന്റെ പാരന്റ്സ് ശൈത്യനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറാണ്, ഇത് ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് ശൈത്യയുടെ റിയൽ ഫേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ ശൈത്യ ഇങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫിൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പുറത്തിറങ്ങിയിട്ട് ഇവര് ജെനുവിൻ ആയിട്ടല്ല ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നും രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഇത് ജെനുവിനിറ്റി ആണെന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവരുടെ റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു അവസ്ഥ.